ഈ സൺഫ്ലവർ ഇല്ലേ, സൂര്യകാന്തി പൂ നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട്. എനിക്കും ഇപ്പോൾ ഇവിടെ ഈ സമ്മർ ആയതുകൊണ്ട് എൻ്റെ ഗാർഡനിൽ കുറേ സൂര്യകാന്തി പൂവുണ്ട്. എനിക്കിത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. എനിക്കിഷ്ടം എന്നാന്ന് വെച്ചാൽ അതിൻ്റെ കളറ്, യെല്ലോ കളറ് എൻ്റെ ഫേവറേറ്റ് കളറാണ് യെല്ലോ. ഓൺ ടോപ്പ് ഓഫ് ദാറ്റ് ഇതിന് ഭയങ്കര ഒരു മറ്റ് ഫ്ലവറിനേക്കാൾ ഇത് ഭയങ്കര വലിപ്പമാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല, ഭയങ്കര വലിപ്പമായി സൂര്യകാന്തി പൂ. പിന്നെ അതുകൂടാതെ തന്നെ ഒരു പൂ ഉണ്ടായ പിന്നെ ഒത്തിരി നാൾ ആ പൂ അവിടെ നിൽക്കും. ഒത്തിരി നാൾ കഴിഞ്ഞ് ഒരു പൂ പോകത്തുള്ളൂ അല്ലേ. അങ്ങനെ അതുകൊണ്ടൊക്കെ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ സൺഫ്ലവറിൻ്റെ പ്രത്യേകത നമുക്ക് എല്ലാവർക്കും അറിയാം, അത് സൂര്യനെ നോക്കുന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ടൊക്കെ തന്നെയായിരിക്കും അതിന് സൺഫ്ലവർ എന്ന് പേര് വന്നത്. മറ്റൊന്നുമല്ല, അത് ലൈറ്റിലോട്ട് ഫോക്കസ് ചെയ്യുന്നു. അതുകൊണ്ടാണ് ലൈറ്റ് എവിടെയാണ് ഒരു ദിവസം രാവിലെ മുതൽ വൈകിട്ട് വരെ എവിടെയാണ് ലൈറ്റ് നിൽക്കുന്നത്, അത് ആ ലൈറ്റിലോട്ടാണ് അതിൻ്റെ പൂ. ഇത് ഹോൾ സ്റ്റെം അല്ല, ആ പൂ മാത്രം ഇങ്ങനെ ആ ലൈറ്റ് ഫോക്കസ് ചെയ്ത് തിരിയുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ബിക്കോസ് അതിന് ഈ ലൈറ്റാണ് അതിനെ എനർജി, അത് കൂടുതലായിട്ടും വലുതാകാനുള്ള എനർജി അതിന് ഈ ലൈറ്റിൽ നിന്ന് കിട്ടുന്നതാണ്. എല്ലാ ചെടികൾക്കും അങ്ങനെ തന്നെയാണ് ഫോട്ടോസിന്തസിസ്, അങ്ങനെ തന്നെയാണ്. പക്ഷെ ഞാൻ എപ്പോഴും ഓർക്കും, എനിക്ക് ഈ സൂര്യകാന്തി പൂവിനെ കാണുമ്പോൾ ഒരു ഭയങ്കര റെസ്പെക്റ്റ് അതിനോട്. കാരണം അതിന് കിട്ടുന്നിടത്തോട്ട് അത് ഫോക്കസ് ചെയ്ത് അതെങ്ങനെയും അവിടെ നിന്ന് എടുക്കണം എന്ന് പറയുന്നത് അങ്ങോട്ട് ഭയങ്കരമായിട്ട് ഫോക്കസ് ചെയ്യുന്നത് അല്ലേ. നമ്മുടെ ലൈഫ്, ഹ്യൂമൻ ലൈഫ് നമുക്ക് ഈ സൂര്യകാന്തി ചെടിയുമായിട്ട് നമുക്ക് വി ക്യാൻ കമ്പയർ ചില സ്ഥലങ്ങളിലൊക്കെ. ബിക്കോസ് ഇപ്പം നമ്മൾക്കിപ്പോൾ സ്നേഹം എവിടെ നിന്ന് കിട്ടുന്നു, നമുക്ക് ഭയങ്കരമായിട്ട് ഒരാൾ നമ്മളെ സ്നേഹിക്കുമ്പം നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ആ സ്നേഹിക്കുന്നിടത്തോട്ട് തിരിയും. ഇപ്പം നമ്മൾ ചിലപ്പം കരുതുന്നവർ, നമ്മളെ ശ്രദ്ധിക്കുന്ന, നമ്മളെ മനസ്സിലാക്കുന്ന ആൾക്കാരുണ്ടോ, അപ്പം നമ്മൾ ഓട്ടോമാറ്റിക്കലി ആ വ്യക്തികളോട് കൂടുതൽ അറിയാതെ നമ്മളും ചാഞ്ഞു പോകും. പക്ഷേ ഇതിൻ്റെ എല്ലാം ടോപ്പിൽ സൂര്യകാന്തി ചെടി എന്ന് പറയുന്നത് ലൈറ്റോട് ഫോക്കസ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ബൈബിളിലും ബിബ്ലിക്കൽ രീതിയിൽ നമ്മൾ അതിനെ എടുക്കുമ്പോഴും യോഹന്നാൻ്റെ സുവിശേഷം ചാപ്റ്റർ 8 വേഴ്സ് 12 ഇങ്ങനെയാണ് ദൈവം പറയുന്നത്, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്ന് ദൈവം പറയുന്നുണ്ട്. കാരണം അത് ക്ലിയർ, കാരണം ഒരു മനുഷ്യന് ജീവിക്കാനായിട്ട് വെളിച്ചം വേണം. അപ്പോൾ യേശു പറയുവാണ്, ഞാനാണ് ഈ ലോകത്തിൻ്റെ വെളിച്ചം, എന്നെ ഫോളോ ചെയ്താൽ ഒരിക്കലും ആ ആൾക്ക് പിന്നെ ഇരുട്ടിൻ്റെ അവസ്ഥയിൽ പോകേണ്ട വരത്തില്ല എന്ന് പറയുന്നുണ്ട്. സോ ലെറ്റ് മീ എൻകറേജ്, ഈ സൂര്യകാന്തി എങ്ങനെയാണ് അതിനെ എനർജി കൊടുക്കുന്ന ആ സണ്ണിനെ ഫോളോ ചെയ്യുന്നത് പോലെ തന്നെ നമ്മൾ ഇനി ഒരിക്കലും ഇരുളിൽ കൊണ്ടുപോകത്തില്ല, ലൈറ്റായിട്ട് കൂടെ നിൽക്കാമെന്ന് പറഞ്ഞ വലിയ പ്രോമിസ് ചെയ്ത ആ യേശുവിനെ ഫോളോ ചെയ്ത് ജീവിക്കാം.